വർഷം 1750. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്നത്തെ ഇന്ത്യയുടെ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ ഒരു പുലിക്കുട്ടിയുണ്ടായിരുന്നു, നവാബ് സിറാജ് ഉദ് ദൗല. അദ്ദേഹം ബ്രിട്ടീഷുകാരെ എതിർത്തു. കച്ചവടത്തിനിവിടെ വന്ന് നിങ്ങൾക്കെന്തിനാണ് പട്ടാളവും കോട്ടയുമെല്ലാം? എല്ലാവരും എൻ്റെ മണ്ണിൽ നിന്നും സ്ഥലം വിടണം, അദ്ദേഹം പറഞ്ഞു. പറഞ്ഞത് വകവയ്ക്കാതിരുന്ന ബ്രിട്ടീഷുകാരുടെ കോട്ട അദ്ദേഹം ആക്രമിച്ച് കൈകളിലാക്കി. അവരെ അവിടെ നിന്നും ഓടിച്ചു വിട്ടു. പക്ഷേ അവരതിന് പ്രതികാരം ചെയ്തത് അവരുടെ ഏറ്റവും വലിയ ആയുധമിറക്കിയിട്ടാണ്. റോബർട്ട് ക്ലൈവ്, കുരുട്ടുബുദ്ധിയുടെ ആശാൻ. ചെന്നൈയിലായിരുന്ന അദ്ദേഹം കൊൽക്കത്തയിലേക്കെത്തി. ശക്തനായ സിറാജിനെ നേർക്കുനേർ തോൽപ്പിക്കാനാവില്ല, റോബർട്ട് മനസ്സിലാക്കി. മീർ ജാഫർ, നവാബിൻ്റെ സേനാനായകൻ. ഒറ്റടിയിൽ നവാബിനെ കൊല്ലാൻ സഹായിച്ചാൽ നിന്നെ അടുത്ത രാജാവാക്കാം. അവിടെ സംഭവിച്ചു ഇന്ത്യയെ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹം. മീർ ജാഫറിൻ്റെ ചതിയിൽ രാജാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് രാജാവായ മീർ ജാഫർ ഒരു പപ്പറ്റ് കിങ്ങായി മാറി. ഭരണമെല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു.